പോഷൻ ട്രാക്കറിനകത്തുള്ള 11 രജിസ്റ്ററുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രജിസ്റ്ററാണ് ഹോം വിസിറ്റ് രജിസ്റ്റർ അഥവാ ഭവന സന്ദർശന രജിസ്റ്റർ. ഈ രജിസ്റ്ററിനെ കുറിച്ച് കൂടുതലായിട്ട് പരിചയപ്പെടുത്തേണ്ട കാര്യങ്ങളില്ല. കാരണം ഏകദേശം എല്ലാ ടീച്ചേഴ്സിനും ഈ രജിസ്റ്ററുകളെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതാണ്. അത് പോഷൻ ട്രാക്കറിൽ എങ്ങനെയാണ്, എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത്, എപ്പോഴൊക്കെയാണ് എന്നുള്ളതും കൃത്യമായിട്ടുള്ള ധാരണയുണ്ടാവും. എടുത്തു പറയാൻ കാരണം നമ്മൾ ഇൻസെൻറ്റീവ് എന്ന് പറയുന്ന സംവിധാനത്തിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഹോം വിസിറ്റാണ്. ഇൻസെൻറ്റീവിലെ ഒരു വീഡിയോ നമ്മൾ മുന്നിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ മാനദണ്ഡത്തിലൊന്ന് ഹോം വിസിറ്റാണെന്ന് പറഞ്ഞു. ഈ ഹോം വിസിറ്റിനകത്ത് വരുന്നത് ഏതൊക്കെ ഗുണഭോക്താക്കളുടെ വിസിറ്റുകളാണ്, അത് ഏതൊക്കെ സമയങ്ങളാണ് എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു വിവരം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ അറിയാവുന്നതാണ്. ഈ ഹോം വിസിറ്റ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങളെ ലോഗിൻ ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്കൊരു വിൻഡോ ഓപ്പൺ ആയി വരും, ഡെസ്ക്ടോപ്പ് വിൻഡോ. ആ വിൻഡോയിൽ കാണുന്നതാണ് ഇതൊക്കെ: ബെനിഫിഷ്യറീസ്, ഡെയിലി ട്രാക്കിംഗ്, അതിന് തൊട്ട് താഴെ ഹോം വിസിറ്റ് എന്ന് കാണാം. ഈ ഹോം വിസിറ്റിൽ പിക്ചറിക്കലി നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ രസകരമായ ഒരു ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. ഹോം വിസിറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ സെൻറ്ററിലെ ഹോം വിസിറ്റ് രജിസ്റ്റർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് മറ്റ് രജിസ്റ്ററിനേക്കാളും എളുപ്പത്തിലും വളരെ വേഗത്തിലും ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇതിനകത്തേക്ക് കൊടുത്തിട്ടുള്ളത്. ഈ ഹോം വിസിറ്റ് രേഖപ്പെടുത്തുന്ന സമയത്ത് നിർബന്ധമായിട്ടും ടീച്ചേഴ്സ് ലൊക്കേഷൻ ഓൺ ചെയ്യുകയും അതേപോലെ തന്നെ ഇൻ്റർനെറ്റ് സംവിധാനം ഉപയോഗിക്കുകയും ചെയ്യണം. അതായത് ഇൻ്റർനെറ്റ് ഓൺ ആക്കണം. ഈ ഹോം വിസിറ്റ് പേജ് ഓപ്പൺ ആയ ഉടനെ തന്നെ നിങ്ങൾക്ക് 3 ടാബുകൾ കാണാൻ സാധിക്കും. ആദ്യത്തെ ടാബ് ഡ്യൂ എന്നും, രണ്ടാമത്തേത് കംപ്ലീറ്റഡ്, മൂന്നാമത്തേത് മിസ്ഡ്. അപ്പോൾ നമ്മൾ ഈ ഒരു സെൻറ്ററിൻ്റെ ഈ ട്രാക്കർ, പോഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തപ്പോൾ ഡ്യൂ എന്ന് പറയുന്നത് 0 ആയിട്ടും കംപ്ലീറ്റഡ് എന്ന് പറയുന്നതിൽ 4 എണ്ണവും മിസ്ഡ് 0 കാണുന്നത്. അതിനർത്ഥം ഈ മാസത്തിൽ ഈ പറയുന്ന സെൻറ്ററിലെ ടീച്ചർക്ക് ഡ്യൂ ആയിട്ടുള്ള വിസിറ്റുകളുടെ എണ്ണം ഇപ്പോൾ 0 ആണ്. പക്ഷെ അത് മുന്നേ നമ്മൾക്കത് ഡ്യൂവിൽ കാണാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ ഡ്യൂവിൽ കാണാത്തത് ആ വന്ന ഡ്യൂ വിസിറ്റുകളൊക്കെ ആ സമയത്തിനകം തന്നെ ടീച്ചർ രേഖപ്പെടുത്തി കഴിഞ്ഞു. അതാണ് അവിടെ 0 എന്ന് കാണുന്നതും കംപ്ലീറ്റഡിൽ 4 എന്ന് കാണുന്നതും ആ 4-ലെ 4 ഗുണഭോക്താക്കളെയും ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതും. മിസ്ഡ് എന്നുള്ള ഭാഗത്ത് 0 അതായത് ഒരു വിസിറ്റ് ഡ്യൂ ആയിക്കഴിഞ്ഞാൽ, തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഒരാഴ്ചയോ 2 ആഴ്ചയോ ഉണ്ടാവും. ആ കാലയളവിനുള്ളിൽ തന്നെ നമ്മൾ വിസിറ്റുകൾ രേഖപ്പെടുത്തി സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ രേഖപ്പെടുത്താൻ വിട്ടുപോയതും സബ്മിറ്റ് കൊടുക്കാൻ വിട്ടുപോയതുമായിട്ടുള്ള എല്ലാ വിസിറ്റുകളും ഈ മിസ്ഡ് എന്നുള്ള ടാബിലേക്കാണ് വന്നു കിടക്കുക. അപ്പോൾ നമ്മുടെ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഒന്നും മിസ് ചെയ്തിട്ടില്ല. 4 വിസിറ്റുകൾ ഈ മാസം വന്നു. ആ വിസിറ്റുകളൊക്കെ കൃത്യസമയത്ത് രേഖപ്പെടുത്തിയപ്പോൾ കംപ്ലീറ്റഡ് എന്ന് പറയുന്ന ടാബിൽ ആ വിസിറ്റുകളൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ മിസ്ഡ് എന്ന് പറയുന്നവിടെ 0 എന്ന് കാണാം. ആ ടീച്ചർക്ക് ആ മാസത്തിൽ ഒരു വിസിറ്റും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അപ്പോൾ ഡ്യൂ എന്താണ്, കംപ്ലീറ്റഡ് എന്താണ്, മിസ്ഡ് എന്താണെന്ന് കൃത്യമായി ടീച്ചേഴ്സിന് അറിഞ്ഞു കാണും. ഒന്നുകൂടെ പറയാം, ഡ്യൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ മാസത്തിൽ ഏതൊക്കെ വിസിറ്റുകളാണ് ടീച്ചർക്ക് നടത്താനുള്ളത് ആ ലിസ്റ്റ് ഔട്ട് അവിടെ കാണാം. കംപ്ലീറ്റഡ് എന്ന് പറയുന്നത് ആ ഡ്യൂ ആയിട്ടുള്ള, അതായത് വിസിറ്റ് ആ മാസത്തിൽ ഉള്ള എല്ലാ വിസിറ്റുകളും ടീച്ചർ രേഖപ്പെടുത്തി കഴിഞ്ഞു. അതായത് ഭവന സന്ദർശനം നടത്തി വിവരങ്ങളൊക്കെ ഗുണഭോക്താക്കളുമായി ഷെയർ ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അതിനുശേഷം ടീച്ചർ ആ വീട്ടിൽ നിന്ന് തന്നെ വിസിറ്റ് രേഖപ്പെടുത്തി. അത് കംപ്ലീറ്റഡ് ആയി. ആ രേഖകളാണ് ഇതിനകത്തേക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരുന്നത്. അതാണ് കംപ്ലീറ്റഡ് ടാബ്. അടുത്ത് മിസ്ഡ് ടാബിൽ വരുമ്പോൾ അവിടെ 0 ആണ്. അതിനർത്ഥം ടീച്ചർ വിസിറ്റ് വന്നതെല്ലാം രേഖപ്പെടുത്തി കഴിഞ്ഞത് കൊണ്ട് തന്നെ ആ ടീച്ചർക്ക് ആ മാസത്തിൽ ഒരു വിസിറ്റും നഷ്ടപ്പെട്ടിട്ടില്ല. അവിടെ നിങ്ങൾക്ക് വെൽ ഡൺ എന്ന് കാണാം. അതായത് യു ഹാവ് നോട്ട് മിസ്ഡ് എനി വിസിറ്റ് എന്നും കൂടെ അവിടെ എഴുതി കാണാം. അതായത് ടീച്ചർ ഈ മാസത്തിൽ ഒരു വിസിറ്റും മിസ്സായി കളഞ്ഞിട്ടില്ല, കൃത്യസമയത്തിന് രേഖപ്പെടുത്തി. അതുകൊണ്ടാണ് അവിടെ വെൽ ഡൺ എന്ന് നിങ്ങൾക്ക് ആശംസ അറിയിക്കുന്നത്. അപ്പോൾ ഇതാണ് ഹോം വിസിറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ രജിസ്റ്ററിലെ ഏറ്റവും
എളുപ്പത്തിലും വേഗതയിലും ചെയ്യാൻ പറ്റുന്ന ഒരു രജിസ്റ്ററാണ് ഹോം വിസിറ്റ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹോം വിസിറ്റ് നടത്തുന്ന സമയത്ത്, രേഖപ്പെടുത്തുന്ന സമയത്ത് കൃത്യമായി ഭവന സന്ദർശനം നടത്തി ഏത് ഗുണഭോക്താക്കളെയാണോ നിങ്ങൾ കാണുന്നത് ആ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ഇതിനകത്തേക്ക് വന്നിട്ടുണ്ടാവും. ഇതിൽ ഉദാഹരണമായിട്ട് ഐശ്വര്യ എന്ന് പറയുന്ന ഗുണഭോക്താവ്, അവരുടെ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 23 നവംബറിലാണ്. ടീച്ചർ വിസിറ്റ് രേഖപ്പെടുത്തുന്നത് 26 നവംബറിലാണ്. അപ്പോൾ 23-ന് തുടങ്ങി കഴിഞ്ഞ് 23-ന് തന്നെ രേഖപ്പെടുത്തണമെന്നില്ല. കൃത്യമായി ഒരാഴ്ച 2 ആഴ്ച കാലയളവ് നിങ്ങൾക്ക് ഡ്യൂ ഡേറ്റിൽ ഉണ്ടാവും. അതിനകത്ത് തന്നെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം, വിസിറ്റുകൾ നടത്താം. അത് പ്രഗ്നൻ്റാണ് ആ ഗുണഭോക്താവ്. രണ്ടാമത് ആദിദേവ് പി, അവിടെ നിങ്ങൾക്ക് കാണാം ഇത് 0 to 6 ഉള്ള കുട്ടി. ആ കുട്ടിയുടെ പിക്ചറൈസേഷൻ നിങ്ങൾ കണ്ടറിയാം. ആ കുട്ടിയുടെ അമ്മയുടെ പേര് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് ഡേറ്റ് 9-ാം തീയതിയാണ്. ടീച്ചർ വിസിറ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് 18-ാം തീയതി. അപ്പോൾ ഇത്തരം രീതിയിലൊക്കെയാണ് ഹോം വിസിറ്റുകൾ നമ്മൾക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയുന്നത്. വളരെ എളുപ്പത്തിൽ ഏതൊക്കെയാണ്, ഏത് ഗുണഭോക്താവാണ്, അവർ എവിടെയാണ് എന്നുള്ളതൊക്കെ കൃത്യമായി ടീച്ചർക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ അറിയുന്നതിനാണ് അവരുടെ ഹസ്ബൻഡിൻ്റെ പേരോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ അമ്മയുടെ പേരൊക്കെ കൃത്യമായി കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരം രീതിയിൽ ഹോം വിസിറ്റുകൾ കൃത്യതയോടുകൂടി ലൊക്കേഷൻ ഓൺ ചെയ്തുകൊണ്ട്, നെറ്റ്വർക്ക് ഓൺ ചെയ്തുകൊണ്ട് സബ്മിറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസെൻറ്റീവ് എന്ന് പറയുന്ന സംവിധാനത്തിലെ ഒരു മാനദണ്ഡം കൃത്യസമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയും. എല്ലാ ടീച്ചേഴ്സിനും നല്ല രീതിയിൽ വിസിറ്റുകൾ രേഖപ്പെടുത്താനും ഇൻസെൻറ്റീവിലേക്ക്, അർഹതാ പട്ടികയിലേക്ക് ഇടം പിടിക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.